നമസ്കാരം. സൺഡേ സിറ്റി സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു തോരൻ, ചീരത്തോരൻ, ചുവന്ന ചീര കൊണ്ടുള്ള തോരൻ. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ചുവന്ന ചീര ഒരു വലിയ ബഞ്ച്, ചീരയുടെ തണ്ടും ഇലയും ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. നാളികേരം ചിരകിയത് 1.5 കപ്പ്, ജീരകം 1/4 ടീസ്പൂൺ, വറ്റൽമുളക് മുറിച്ചത് 3 എണ്ണം, കടുക് 1/2 ടീസ്പൂൺ, ഉഴുന്നുപരിപ്പ് 1 ടേബിൾ സ്പൂൺ, ചെറിയ ഉള്ളി വളരെ തിന്നായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തത് 6 എണ്ണം, വെളുത്തുള്ളി 2 അല്ലി, പച്ചമുളക് 4 എണ്ണം, കറിവേപ്പില 1 തണ്ട്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, വെള്ളം 1 ടേബിൾ സ്പൂൺ, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം തന്നെ നമുക്ക് ചീരത്തോരന് വേണ്ട അരപ്പ് തയ്യാറാക്കണം. ഇതിനു വേണ്ടി ഒരു ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിലോട്ട് നമ്മൾ ചിരകി വച്ചിരിക്കുന്ന 1.5 കപ്പ് നാളികേരം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ വെള്ളം എന്നിവയെല്ലാം കൂടി അരച്ചെടുക്കുക. അരപ്പ് കുറേ അരഞ്ഞു പോകണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഇത് നമ്മൾ ചതച്ചെടുത്ത അരപ്പാണ്. നമുക്കിനി ചീരത്തോരൻ തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഒരു സ്കില്ലറ്റിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. ഞാനിന്നിവിടെ ഒരു വലിയ സ്കില്ലറ്റാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടുന്ന സമയത്ത് ഇതുപോലെ അടപ്പ് കൊണ്ട് അടച്ചു വെച്ചാൽ പുറത്തോട്ട് കടുക് തെറിച്ചു പോവുകയില്ല. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉഴുന്നുപരിപ്പിട്ട് വറുത്തെടുക്കുക. ഇത് ഓപ്ഷണലാണ്. ഉഴുന്നുപരിപ്പിന് പകരം അരിയോ പരിപ്പോ ഇട്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലോട്ടിനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് മിക്സ് ചെയ്യുക. ഉള്ളി ഒന്ന് നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയിട്ട് വഴറ്റുക. ഇപ്പോൾ ഇത് വഴന്നിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീരയുടെ തണ്ടിട്ട് വഴറ്റുക. ചീരയുടെ തണ്ട് മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 3-4 മിനിറ്റ് വേവിക്കുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞു. ഇതിലോട്ടിനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീരയില ആഡ് ചെയ്ത് കൊടുക്കാം. ചീരയിൽ ഇപ്പോൾ കുറേയുണ്ട്, പക്ഷെ വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പകുതിയായി മാറും. വലിയ പാത്രം ആയതുകൊണ്ട് മിക്സ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഞാനിന്നിവിടെ ചീരയുടെ തണ്ടും ഇലയും ഇതുപോലെ തിന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇലയുടെ വേവും തണ്ടിൻ്റെ വേവും രണ്ടും രണ്ടാണ്. ചീരയുടെ ഇല പെട്ടെന്ന് വെന്ത് കിട്ടും.
അതുകൊണ്ടാണ് ഞാൻ ആദ്യം തണ്ട് മാത്രം ഇട്ട് വേവിച്ചത്. നന്നായിട്ട് ഇതെല്ലാം കൂടി 2-3 മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്യുക. ചീര പകുതിയോളം ഇപ്പോൾ വാടി. അടുത്തതായി സ്കില്ലറ്റിൻ്റെ നടുവിൽ നിന്നും ചീര ഒന്ന് സൈഡിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അരപ്പിൻ്റെ മുകളിലോട്ട് ചീര ഇതുപോലെ തട്ടിപ്പൊത്തി വയ്ക്കുക. ഇതിനി അടച്ചു വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ചീരയ്ക്ക് ആവി കയറുന്നത് വരെ കുക്ക് ചെയ്യുക. ഞാനിന്നിവിടെ ഏകദേശം 5 മിനിറ്റോളം ചീര കുക്ക് ചെയ്തിട്ടുണ്ട്. ചീരയിൽ നിന്ന് നന്നായിട്ട് ആവി വന്ന് അരപ്പിൻ്റെ പച്ചച്ചുവയെല്ലാം മാറിയിട്ടുണ്ട്. ഇത് നമുക്കിനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 3-4 മിനിറ്റും കൂടി ഇതുപോലെ മിക്സ് ചെയ്യുക. ചീരത്തോരന് ഉപ്പുണ്ടോ എന്ന് നമുക്ക് നോക്കാം. കുറച്ചുകൂടി ഉപ്പ് വേണം. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടി നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി സെർവ് ചെയ്യുക. നമ്മുടെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള അടിപൊളി ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. Bye-bye.